ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചായക്കൊരു കടിയാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 3/4 കപ്പോളം തേങ്ങ, ഒരു 2 സ്പൂൺ പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, ഒരു മുട്ട, റവ, ഒരു 3/4 കപ്പ് തേങ്ങയും റവയും പഞ്ചസാരയും കൂടി ഒന്ന് അടിച്ചെടുത്തത്. ഇതായി നെയ്യ് ഒഴിച്ചു. അതിൽ അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പ് അതൊന്ന് വറുത്ത് കോരാൻ മതി. അണ്ടിപ്പരിപ്പും തേങ്ങയും ഫില്ലിങ്ങിനുള്ളതാണ്. മൂപ്പിച്ച് കോരി. ഇനി തേങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ച് കോരാം. തേങ്ങയൊന്ന് വറുത്ത് നമുക്കത് കോരിയെടുക്കാം. അതിലേക്ക് പഞ്ചസാരങ്ങളും കൂട്ടി ചേർത്ത്, ഏലക്കാപ്പൊടി, പഞ്ചസാര ഇടാറായില്ല, ഒന്ന് മാവട്ടെ. ഇതിലേക്ക് പഞ്ചസാര ഇടാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടണം. ഹലോ, ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് കടിയാണ് റവ കൊണ്ടൊരു ഉന്നക്കായ. എല്ലാവരും നേന്ത്രപ്പഴം വെച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കും. ഞാൻ റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമായ സാധനങ്ങൾ: ഒരു മുട്ട, റവ, പഞ്ചസാര, ഏലക്കാപ്പൊടി, തേങ്ങ. ഇത്രയാണ് ഇതിനാവശ്യം. തേങ്ങ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് നാളികേരം നെയ്യിലൊന്ന് വറുത്ത് കൂട്ടി കുഴച്ച് ഉന്നക്കായ ഉണ്ടാക്കുക. ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ അണ്ടിപ്പരിപ്പ് വയ്ക്കുക, വെറുതെ ഒന്ന് കടിക്കാൻ. അതാണ് ടേസ്റ്റ്. ഇനി നമുക്കിത് വറുത്ത് കോരിയിട്ട് കാണാം. സ്റ്റവ് കത്തിക്കാൻ പോവാം. ചട്ടി വെച്ചു. ഇനി ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം. ഓയിൽ ചൂടായി. ഓരോ ഉന്നക്കായ എടുത്ത് ഓയിലിടാം. പൊരിച്ചു കോരാൻ മതി. അപ്പം നമ്മുടെ ഉന്നക്കായ, റവ കൊണ്ടുള്ള ഉന്നക്കായ അങ്ങനെ റെഡിയായി. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. 4 മണി ചായക്ക് കടി. അപ്പം ഞാൻ കടിക്കാൻ പോവാണ്. സൂപ്പർ. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. അടിപൊളി.